ഹായ് ഡിയർ സ്റ്റുഡൻസ്, കോണിക് സെക്ഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ 5ാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3ാമത്തെ കോണിക്കായ എലിപ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ എലിപ്സ് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ട് ഉണ്ടാവും, അതുപോലെ എലിപ്സിൻ്റെ ഷേപ്പും നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് +1 ക്ലാസ്സുകളിൽ കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻസ് പറയുന്ന ഭാഗത്ത് കെപ്ലർ പ്ലാനറ്ററി മോഷനെ കുറിച്ച് 3 നിയമങ്ങൾ 3 ലോസ് പറഞ്ഞിട്ടുണ്ട്. അതാണ് കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻസ് എന്നറിയപ്പെടുന്നത്. അതിൽ ഫസ്റ്റ് ലോ ഓഫ് ഓർബിറ്റ്സ് എന്നാണ് അറിയപ്പെടുക. അതിൽ പറയുന്നുണ്ട്, ഓൾ പ്ലാനറ്റ്സ് ആർ റിവോൾവിങ് അറൗണ്ട് ദി സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ പാത്ത് വിത്ത് സൺ അറ്റ് ഇറ്റ്സ് വൺ ഓഫ് ഇറ്റ്സ് ഫോസൈ എന്നുള്ള ഒരു വാക്കോടെ പറയുന്നുണ്ട്. അതാണ് 1ാമത്തെ ലോ, ഫസ്റ്റ് ലോ ഓഫ് കെപ്ലർ, ലോ ഓഫ് ഓർബിറ്റ്സ്. അവിടെ പ്ലാനറ്റ്സിൻ്റെ പാത്തിനെ കുറിച്ച് എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്നാണ് പറയുന്നത്. അവിടെ എലിപ്സിനെ കുറിച്ച് അവിടെ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ആ ഭാഗം വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ. പിന്നെ സെക്കൻഡ് ലോ ഉണ്ട്, തേർഡ് ലോ ഉണ്ട്, ഒക്കെ നമുക്ക് സമയത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് പറയാവുന്നതാണ്. നമുക്ക് എലിപ്സിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. ഒരു കോണിക്കിൻ്റെ ഒരു സെക്ഷനായിട്ടാണ് നമ്മൾ എലിപ്സ് പരിചയപ്പെട്ടത്. ഇനി ലോക്കസ് ഓഫ് എ പോയിൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ എലിപ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ സർക്കിൾ ഡിഫൈൻ ചെയ്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും. നമുക്കറിയാം, നമ്മൾ പ്ലെയിനിലൊരു പോയിൻ്റ് എടുത്തു, സി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഫിക്സഡ് പോയിൻ്റാണ്. അതിന് കുറച്ച് അകലെയുള്ള ഒരു പോയിൻ്റാണ് സി പി, ഒരു കോൺസ്റ്റൻ്റ് ആണ് സി പി. ഇവിടെ 3 യൂണിറ്റാണ് നിങ്ങൾ കാണുന്നത്. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ സി പി കോൺസ്റ്റൻ്റ് ആവുന്ന രൂപത്തിൽ ഈ പിയെ ഞാനിങ്ങനെ മൂവ് ചെയ്യിപ്പിച്ചാൽ നോക്കൂ, നിങ്ങൾ സി പി ഈസ് എ കോൺസ്റ്റൻ്റ് എന്നുള്ള രൂപത്തിലാണ് മൂവ് ചെയ്യുന്നത്, അല്ലേ? സി പി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതിന് പറയുന്ന പേരാണ് സർക്കിൾ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു സർക്കിൾ. ഈ ഫിക്സഡ് പോയിന്റിന് പറയുന്ന പേര് സെൻറ്റർ എന്നും, ഫിക്സഡ് പോയിന്റിൽ നിന്നും ഇതിലേക്കുള്ള ഡിസ്റ്റൻസിന് റേഡിയസ് എന്നെല്ലാം പറയും. അതാണ് നമ്മൾ സർക്കിളിൻ്റെ ഡെഫിനേഷനായിട്ട് പഠിച്ചത്. സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇക്വി ഡിസ്റ്റൻറ്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2 പോയിന്റ്സ് ഇവിടെ ഫിക്സ് ചെയ്യാണ്. 2 പോയിന്റ്സിന് ഞാൻ F1 എന്നും F2 എന്നും പേര് കൊടുത്തിട്ടുണ്ട്. ഈ F1ഉം F2ഉം ജോയിൻ ചെയ്യുന്ന ഒരു ലൈനാണിത്. F1Pയും F2Pയും ഒരു നൂലാണെന്ന് വിചാരിച്ചോളൂ. ഒരു കയർ ഉപയോഗിച്ച് നമ്മൾ F1ഉം F2ഉം ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ F1ൻ്റെയും F2ൻ്റെയും ഇടയിലുള്ള ദൂരത്തേക്കാൾ വലിയ ഒരു കയറാണ് ഇവിടെ. അപ്പോൾ ഞാൻ ഇവിടെ 10 യൂണിറ്റ്സ് ആണ് എടുത്തത്. ഇവിടെ F1ൻ്റെയും F2ൻ്റെയും ഇടയിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 8 യൂണിറ്റ്സ് ആണ്. ഈ F1Pയും F2Pയും ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ കയറിൻ്റെ മൊത്തം ലെങ്ത്താണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ F1P F2P, ഞാൻ പറഞ്ഞു ഇതൊരു കയറിൻ്റെ കഷ്ണമാണ്, ഒരു നൂലിൻ്റെ ലെങ്ത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. F1P F1P പ്ലസ് F2P ചേഞ്ച് ആവാതെ P മൂവ് ചെയ്യാണെന്ന് വിചാരിച്ചോളൂ. അതായത് ഈ കയർ ഇങ്ങനെ ടൈറ്റാക്കി വെച്ചുകൊണ്ട് ഞാൻ P ഇങ്ങനെ വരക്കുകയാണ്, ചിത്രം വരക്കുകയാണ്. ഇതാ P ടൈറ്റാണ്. ഫുൾ ടൈം F1P പ്ലസ് F2P ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫുൾ ടൈം ഇത് 10 യൂണിറ്റ്സ് ആണ് ഇപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ F1P 7 ആവുമ്പോൾ F2P 3 ആയിരിക്കും. കണ്ട 7 + 3 നിങ്ങൾ കാണുന്നുണ്ട്. അതാ 7 വന്നപ്പോൾ ഇവിടെ 3 വന്നിട്ടുണ്ടാവും. 6.98 ആവുമ്പോൾ 3 അങ്ങനെ ഫുൾ ടൈം F1Pയും F2Pയും കൂടെ ചേർത്ത് വെച്ചാൽ ഒരു കോൺസ്റ്റൻറ്റ് വരുന്ന രൂപത്തിൽ ഞാൻ Pയെ ഇങ്ങനെ മൂവ് വയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഫുൾ ഫിഗർ വരക്കാമെന്ന് വിചാരിച്ചോളൂ. കണ്ടീഷൻ എന്താണ്? F1P പ്ലസ് F2P അല്ലെങ്കിൽ PF1 പ്ലസ് PF2 എപ്പോഴും ഈ കയറിൻ്റെ ലെങ്ത് ആയിരിക്കും. ആ രൂപത്തിൽ ഞാൻ ഈ P ഇങ്ങനെ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ ആ P പോകുന്ന പാത്ത്, അതിനാണ് ലോക്കസ് എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Pയുടെ പാത്ത് എന്തായിരിക്കും? അതൊരു എലിപ്സ് ആയിരിക്കും. അപ്പോൾ എന്താണ് എലിപ്സ്? നോക്കൂ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ആണ്, അല്ലേ? എലിപ്സ് ഈ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ്. സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് എന്താണ് കണ്ടീഷൻ? ആ പോയിന്റിൻ്റെ പ്രത്യേകത എന്താണ്? സം ഓഫ് ഹൂസ് ഡിസ്റ്റൻസസ് ഫ്രം 2 ഫിക്സഡ് പോയിന്റ്സ് ഈസ് എ കോൺസ്റ്റൻ്റ് എന്നാണ്. സം ഓഫ് ഡിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? സം ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ F1P പ്ലസ്, സം എന്ന് പറഞ്ഞാൽ പ്ലസ് ആണല്ലോ, F1Pയും F2Pയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഫുൾ ടൈം ഒരു കോൺസ്റ്റൻ്റ് വരുന്ന രൂപത്തിലാണ് ഈ P മൂവ് ചെയ്യുന്നതെങ്കിൽ ആ Pയുടെ പാത്തിന് പറയുന്ന പേരാണ് എലിപ്സ്. നേരത്തെ സർക്കിൾ നമ്മൾ കണ്ടു. ഇവിടെ 2 ഫിക്സഡ് പോയിന്റ്സ് ഉണ്ട്. 2 ഫിക്സഡ് പോയിന്റ്സിൽ നിന്നും സം ഓഫ് ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് വരുന്ന രൂപത്തിൽ പോകുന്ന പോയിന്റുകളുടെ കളക്ഷന് പറയുന്ന പേരാണ് എലിപ്സ്. സോ ഹൗ വി ക്യാൻ ഡിഫൈൻ എലിപ്സ്? എലിപ്സ് ഈസ് set of all points, sum of whose distances from 2 fixed points in the same plane is a constant. ഈ 2 ഫിക്സഡ് പോയിന്റ്സിന് പറയുന്ന പേര്
ഫോക്കസ് എന്നാണ്. ഫോക്കസ് 1, ഫോക്കസ് 2. അതുകൊണ്ടാണ് F1 F2 എന്ന് പേര് കൊടുത്തത്. രണ്ടിനും കൂടെ ചേർത്തിട്ട് നമ്മൾ ഫോസൈ എന്നാണ് പേര് പറയാം. എന്താ പറയുക? ഫോസൈ. ഫോക്കസ് എന്നുള്ളതിൻ്റെ പ്ലൂരലാണ് ഫോസൈ. അതുകൊണ്ടാണ് ഞാൻ കെപ്ലേഴ്സ് ലോ പറഞ്ഞപ്പോൾ പ്ലാനറ്റ്സ് ആർ റിവോൾവിങ് അറൗണ്ട് ദി സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ പാത്ത്. ഇങ്ങനെയാണ് പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത്. സൺ അറ്റ് ഇറ്റ്സ് വൺ ഓഫ് ഇറ്റ്സ് ഫോസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇവിടെ ഒരു ഫോക്കസിലായിക്കൊണ്ടുള്ള രൂപത്തിലാണ് കെപ്ലർ വിശദീകരിച്ചത്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞത് ഡെഫിനിഷനാണ്. എലിപ്സ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് സം ഓഫ് ഹൂസ് ഡിസ്റ്റൻസസ് ഫ്രം ടു ഫിക്സഡ് പോയിന്റ്സ് ഇൻ ദ സെയിം പ്ലെയിൻ ഈസ് എ കോൺസ്റ്റന്റ്. ഈ ഫിക്സഡ് പോയിന്റ്സിന് പറയുന്ന പേര് ഫോസൈ ഓഫ് ദി എലിപ്സ് എന്നാണ്. ഇനി നമുക്ക് എലിപ്സുമായി ബന്ധപ്പെട്ട ടേംസ് റിലേറ്റഡ് ടു എലിപ്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ എലിപ്സിൻ്റെ ഡെഫിനേഷൻ വൃത്തിയായിട്ട് പേപ്പറിലേക്ക് എഴുതി വെക്കുക. എലിപ്സ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ്. നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാനുള്ളതാണ് ഇത്. എലിപ്സ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ സം ഓഫ് ഹൂസ് ഡിസ്റ്റൻസസ് ഫ്രം ടു ഫിക്സഡ് പോയിന്റ്സ് ഇൻ ദ പ്ലെയിൻ ഈസ് എ കോൺസ്റ്റന്റ്. അതും എഴുതി വെക്കുക, ഇതും എഴുതുക. ടു ഫിക്സഡ് പോയിന്റ്സ് ആർ കാൾഡ് ഫോസൈ. അത് പ്ലൂറൽ ഓഫ് ഫോക്കസ് ആണ് ഓഫ് ദി എലിപ്സ്. ഇത് എഴുതിയതിന് ശേഷം നമുക്ക് ടേംസ് റിലേറ്റഡ് എലിപ്സിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, ഞാൻ സാധാരണ ടേംസിന് പകരം പാർട്സ് എന്നാണ് പരിചയപ്പെടുത്താറുള്ളത്. പാർട്സ് ഓഫ് ആൻ എലിപ്സ് എന്ന് പറഞ്ഞാൽ ടേംസ് റിലേറ്റഡ് ടു ആൻ എലിപ്സ് ആണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഒരു എലിപ്സാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ എലിപ്സിൻ്റെ ആദ്യത്തിൻ്റെ ഡെഫിനിഷൻ, ബൈ ഡെഫിനിഷൻ അതിനൊരു 2 ഫോക്കസ് ഉണ്ടായിരിക്കും. 2 ഫോക്കസുകൾക്ക് മൊത്തത്തിൽ നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഫോസൈ. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, ഫോക്കസിന് കൂട്ടി വിളിക്കുന്ന പേരാണ് ഫോസൈ. ഈ 2 ഫോക്കസുകൾക്ക് നമുക്ക് തൽക്കാലം F1 F2 എന്ന് പേര് കൊടുക്കാം അല്ലേ. ഫോക്കസ് 1, ഫോക്കസ് 2, ഫോക്കസ് 1, ഫോക്കസ് 2. ഈ 2 ഫോക്കസുകൾ ജോയിൻ ചെയ്താൽ അവ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ടു ഫോസൈ, അതിൻ്റെ മിഡ് പോയിൻറ്റ്. ഇതിനൊരു മിഡ് പോയിൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻറ്റ്. ഇതിന് പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് ദി എലിപ്സ്. എന്താണ്? സെൻറ്റർ ഓഫ് ദി എലിപ്സ്. സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ 2 ഫോക്കസുകളെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിൻ്റെ സെൻറ്ററിന് പറയുന്ന മിഡ് പോയിൻറ്റിന് പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് ദി എലിപ്സ്. ഇനി ഈ ഫോക്കസിലൂടെ കടന്നു പോകുന്ന ഈ ലൈൻ സെഗ്മെൻറ്റ്, ഇത് നമുക്കിങ്ങനെ വരക്കാം. അതിന് പറയുന്ന പേരാണ്, ഓക്കെ, ഞാൻ ഇവിടെ പേര് കൊടുക്കാം, AB എന്ന് പേര് കൊടുക്കുക. എ ബിക്ക് പറയുന്ന പേരാണ് മേജർ ആക്സിസ്. ഓക്കെ, അതുപോലെ മേജർ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഈ ലൈൻ സെഗ്മെൻറ്റ് പാസിംഗ് ത്രൂ ദി സെൻറ്റർ പെർപെൻഡിക്കുലർ ടു മേജർ ആക്സിസ്, അതിന് പറയുന്ന പേരാണ് കോൺജുഗേറ്റ് ആക്സിസ്. കോൺജുഗേറ്റ് ആക്സിസ് ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. നമുക്ക് പേര് കൊടുക്കാം, CD എന്ന് പേര് കൊടുക്കുക. CD ഈസ് കാൾഡ് കോൺജുഗേറ്റ് ആക്സിസ്. ഇനി ഈ മേജർ ആക്സിസ് എന്ന് പറഞ്ഞു, A മുതൽ B വരെ. ABക്ക് പറയുന്ന പേരാണ് മേജർ ആക്സിസ്. AB എന്ന് പറയുന്ന ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറയാം. CDക്ക് പറയുന്ന പേരാണ് കോൺജുഗേറ്റ് ആക്സിസ്. CDക്ക് പറയുന്ന പേര് മൈനർ ആക്സിസ്. മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സെൻറ്റർ പറഞ്ഞു, ഫോസൈ പറഞ്ഞു, മേജർ ആക്സിസ്. ഫോക്കസിലൂടെ പോകുന്ന ഈ ലൈനിന് പറയുന്ന പേരാണ് മേജർ ആക്സിസ്. A മുതൽ B വരെയാണ് മേജർ ആക്സിസിൻ്റെ ലെങ്ത്. ABക്ക് പറയുന്ന പേര് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്നാണ്. CDക്ക് പറയുന്ന പേരാണ് മൈനർ ആക്സിസ്. മേജർ ആക്സിസും മൈനർ ആക്സിസും. മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ്. ഇനി ഈ മേജർ ആക്സിസിൽ എലിപ്സ് ചെന്ന് മുട്ടുന്ന ഈ പോയിന്റ്, അതായത് B എന്ന് പറയുന്ന പോയിന്റിനും A എന്ന് പറയുന്ന പോയിന്റിനും പറയുന്ന പേര് വെർട്ടെക്സ് എന്നാണ്. ഇതാണ് വെർട്ടെക്സ്. അപ്പോൾ എത്ര വെർട്ടെക്സ് ഉണ്ടായിരിക്കും? 1, 2. എയും വെർട്ടെക്സ് ആണ്, ബിയും വെർട്ടെക്സ് ആണ്, ഇതും വെർട്ടെക്സ് ആണ്. രണ്ടിനും കൂടെ ചേർത്തിട്ട് നമുക്ക് എന്ത് പറയാം? വെർട്ടിസസ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഫോസൈ ആദ്യം നമ്മൾ പറഞ്ഞത് ഫോസൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഫിനിഷനിൽ വരുന്ന 2 പോയിൻ്റാണ്. സെൻറ്റർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മിഡ് പോയിന്റ് ഓഫ് ദി ഫോസൈക്ക് പറയുന്ന പേരാണ് സെൻറ്റർ. ഫോക്കസിലൂടെ കടന്നു പോകുന്ന ലൈൻ സെഗ്മെൻറ്റിന് പറയുന്ന പേരാണ് മേജർ ആക്സിസ്. AB ആണ് മേജർ ആക്സിസ്. മൈനർ ആക്സിസ് CDക്ക് പറയുന്ന പേരാണ് മൈനർ ആക്സിസ്. പിന്നെ വെർട്ടെക്സ് A മുതൽ B വരെയുള്ള A എന്ന് പറയുന്ന പോയിന്റിനും B എന്ന് പറയുന്ന പോയിന്റിനും പറയുന്ന പേരാണ് വെർട്ടെക്സ് അല്ലെങ്കിൽ വെർട്ടിസസ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണഗതിയിൽ ഈ സെൻറ്ററിന് ഇപ്പോൾ O എന്ന് പേരെടുക്കാമെന്ന് വിചാരിച്ചോളൂ.
സെൻറ്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കസ് എപ്പോഴും നമ്മൾ 2c എന്നാണ് സെലക്ട് ചെയ്യുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ F1 F2. അതെന്തിനാ 2c എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരു ഫോക്കസിലേക്ക് c ആണ് എടുക്കുക. സെൻറ്ററിൽ നിന്നും ഒരു ഫോക്കസിലേക്ക് c എന്ന് എടുക്കും. അപ്പോൾ മൊത്തം എന്തായി മാറും? F1 F2 എന്ന് പറഞ്ഞാൽ 2c ആയിട്ട് മാറും. അതുപോലെ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എപ്പോഴും നമ്മൾ 2a എന്നാണ് സെലക്ട് ചെയ്യുക. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് അതായത് എ ബി ഈസ് ഈക്വൽ ടു 2a. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a എന്ന് എടുത്തു കഴിഞ്ഞാൽ സെൻറ്ററിൽ നിന്നും ഒരു വെർട്ടെക്സിലേക്കുള്ള ദൂരം അപ്പോൾ എന്തായിരിക്കും? ഇവിടെ മുതൽ ഇവിടം വരെ 2a ആണെങ്കിൽ OB എന്തായിരിക്കും? a ആയിരിക്കും. എക്ക് നമ്മൾ സാധാരണ സെമി മേജർ ആക്സിസ് എന്നാണ് പറയാം. സെമി മേജർ ആക്സിസ് എന്താണ്? a ഈക്വൽ ടു സെമി മേജർ ആക്സിസ്. CD എന്ന് പറയുന്ന ലെങ്ത് അതിന് മൈനർ ആക്സിസ് എന്നാണ് നമ്മൾ പറഞ്ഞു. ആ CD യുടെ ലെങ്ത്തിന് സാധാരണ ഉപയോഗിക്കുന്ന ലെറ്റർ 2b എന്നാണ്. ഇപ്പോൾ 3 ടൈപ്പ് ലെറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കും. ഒന്ന് C, ഫോക്കസുമായി ബന്ധപ്പെട്ട ലെറ്ററാണ് C. F1 F2 ആണ് 2c. സെൻറ്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം c ആണ്. ഓക്കെ. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആണ് 2a. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ആണ് 2b. CDക്ക് പറയുന്ന പേരാണ് 2b. അതിൻ്റെ ലെങ്ത്തിന് കൊടുത്ത പേരാണ് നമ്മൾ 2b. അപ്പോൾ b എന്തായിരിക്കും? bക്ക് നമുക്ക് സെമി മൈനർ ആക്സിസ് എന്ന് പറയാൻ പറ്റും. സെമി മൈനർ ആക്സിസ്. ഈ സെമി മേജർ ആക്സിസ് എന്നുള്ള ഈ വാക്ക് കെപ്ലറുടെ തേർഡ് ലോയിൽ വരുന്നുണ്ട്. ഓക്കെ. T² പ്രൊപ്പോർഷണൽ ടു സെമി മേജർ ആക്സിസിൻ്റെ ക്യൂബ് എന്നുള്ളൊരു കെപ്ലേഴ്സ് തേർഡ് ലോയിൽ സെമി മേജർ ആക്സിസ് എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട്. അതുകൊണ്ട് അതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. നോക്കൂ, ഒറിജിനിൽ നിന്ന് ഈ സെൻറ്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം c, സെൻറ്ററിൽ നിന്ന് ഒരു വെർട്ടെക്സിലേക്കുള്ള ദൂരം a ആണ്. അപ്പോൾ മൊത്തം ഡിസ്റ്റൻസ് 2a ആയിരിക്കും. CD എന്ന് പറഞ്ഞാൽ 2b ആയിരിക്കും. അതാണ് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്. ഓക്കെ. അതിൻ്റെയൊക്കെ ഹാഫ് നമ്മൾ 2a 2b 2c എന്നൊക്കെ സെലക്ട് ചെയ്യാനുള്ള കാരണം ഈ സെമി മേജർ ആക്സിസ് സ്മോൾ ലെറ്റർ a വരാനും സെമി മൈനർ ആക്സിസ് ബിയും അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2a 2b എന്ന് ഈ ഫുൾ ലെങ്ത്തിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എലിപ്സിൽ എവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഈ F1 ഇത് P ആണെന്ന് വിചാരിച്ചോളൂ. ഇതാ F1P, ഇത് P ആണെങ്കിൽ F1P പ്ലസ് F2P ഒരു കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. F1P പ്ലസ് F2P ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിൻ്റെ പ്രത്യേകത F1P പ്ലസ് F2P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ABക്ക് തുല്യമായിരിക്കും. അത് 2a എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ കോൺസ്റ്റൻ്റ് ഫുൾ ടൈം ഈ മുഴുവൻ കയറിൻ്റെയും ലെങ്ത് ആയിരിക്കും. നമ്മൾ നേരത്തെ വരച്ചപ്പോൾ മനസ്സിലായി. F1P പ്ലസ് F2P എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2a ആയിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് ഒരു എലിപ്സുമായി ബന്ധപ്പെട്ട പാർട്സ്. ഒന്ന് ഫോക്കസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. സെൻറ്റർ എന്ന് പറഞ്ഞാൽ F1 F2ൻ്റെ മിഡ് പോയിന്റ്. പിന്നെ മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഫോക്കസിലൂടെ കടന്നു പോകുന്ന ലൈൻ സെഗ്മെൻറ്റിന് പറയുന്ന പേരാണ് മേജർ ആക്സിസ്. അതിൻ്റെ ലെങ്ത്തിന് നമ്മൾ 2a എന്നാണ് പേര് കൊടുക്കാറുള്ളത്. 2a എന്ന് പേര് കൊടുക്കും. പിന്നീട് നമ്മൾ പറഞ്ഞത് CD, സെൻറ്ററിലൂടെ പോകുന്ന മേജർ ആക്സിസ് 90 ഡിഗ്രി വരുന്ന ലൈനാണ് മൈനർ ആക്സിസ്. അതിന് 2b എന്നാണ് അതിൻ്റെ ലെങ്ത്തിന് പേര് കൊടുക്കുന്നത്. വെർട്ടെക്സ് എക്കും ബിക്കും പറയുന്ന പേരാണ് വെർട്ടെക്സ്. രണ്ട് വെർട്ടെക്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ശരിക്കും മേജർ ആക്സിസിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. വെർട്ടെക്സ് ടു വെർട്ടെക്സ് ആണ് മേജർ ആക്സിസിൻ്റെ ലെങ്ത്. ഇത്രയും കാര്യങ്ങളാണ് എലിപ്സുമായി ബന്ധപ്പെട്ട ടേംസ്. അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് കൃത്യമായിട്ട് എഴുതി വെക്കുക. പാർട്സ് ഓഫ് എൻ എലിപ്സ്. ഓക്കെ. ഈ ഫിഗർ വരക്കുന്നു. ഓക്കെ. ഡ്രോ ദിസ് ഫിഗർ. വൃത്തിയായിട്ട് വരച്ച് വെച്ചിട്ട് വി ഡിനോട്ട് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ബൈ 2a, മൈനർ ആക്സിസ് ബൈ 2b, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഫോസൈ ബൈ 2c. ഇതാണ് സെൻറ്റർ. ഫോക്കസിലേക്കുള്ള ദൂരം c, ഇങ്ങോട്ടുള്ള ദൂരം a, വെർട്ടെക്സിലേക്കുള്ള ദൂരമാണ് a. OC ആണ് നമ്മുടെ b. അതിൻ്റെയൊക്കെ ഡബിളാണ് ഇവിടെ ഫുൾ ലെങ്ത് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ എയും ബിയും സിയും കണക്ട് ചെയ്യുന്ന ഒരു റിലേഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് റിലേഷൻ കണക്റ്റിംഗ് AB ആൻഡ് C. നോക്കൂ നിങ്ങൾ, ഞാനിവിടെ ഒരു ഫോക്കസ് എടുത്തു. രണ്ട് ഫോക്കസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. F1 ആൻഡ് F2. ഫോക്കസ് 1, ഫോക്കസ് 2. ഈ പോയിന്റ് നമുക്കറിയാം P എന്ന് പറയുന്ന പോയിൻ്റാണെന്ന് വിചാരിച്ചോളൂ. P ഇത് സെൻറ്ററാണ്. ഈ ഡിസ്റ്റൻസ് C ആണ് നമുക്കറിയാം. ഇത് C ആണ്, ഇത് B ആണ് അല്ലേ. വാട്ട് ഈസ് A? ഈ ഡിസ്റ്റൻസ് ആണ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുതൽ ഇതാ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് A. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതാണ് A. ഇനി എലിപ്സിൻ്റെ ഡെഫിനേഷൻ പ്രകാരം നമുക്കറിയാം F1P പ്ലസ് F2P ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. F1P പ്ലസ് F2P കോൺസ്റ്റൻ്റ് ആണെന്ന് മാത്രമല്ല അത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആയിരിക്കും. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ഇനി F1P പ്ലസ് F2P
നോക്കൂ നിങ്ങൾ ഈ ചിത്രത്തിൽ ഞാൻ വരച്ചിരിക്കുന്ന പിയുടെ പൊസിഷൻ നോക്കുമ്പോൾ F1Pയും F2Pയും രണ്ടും ഒരേ ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ F2P ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോക്കൂ, ഇതിൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ OPF2 എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ F2P എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? √B² + C² ആയിരിക്കും. അപ്പോൾ രണ്ടും √B². ഈ ഒരു ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √B² + C² അല്ലേ. പൈതഗോറസ് തിയറം നമുക്കറിയാലോ, B² + C² ആയിരിക്കും ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ രണ്ടും സെയിം ആയതുകൊണ്ട്, ഇത് സെൻറ്റർ പോയിൻ്റ് ആയതുകൊണ്ട് നോക്കൂ, F1P എന്ന് പറഞ്ഞാൽ √B² + C² + F2P രണ്ടും സെയിം ആണ്, √B² + C² = 2a. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 2 times √B² + C² = 2a. 2 ക്യാൻസൽ ചെയ്തു. രണ്ട് ഭാഗത്ത് നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? B² + C² = a². അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, C² = a² - B². ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, C = ഒറിജിനൽ ഡെഫിനിഷൻ ഇതാണ്, C = √A² - B² എന്നാണ്. പക്ഷേ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട റിസൾട്ട് ഇതാണ്, C² = a² - B². ഇതാണ് സെമി മേജർ ആക്സിസും സെമി മൈനർ ആക്സിസും സിയും കണക്ട് ചെയ്യുന്ന വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷനാണ്. ഒരു എലിപ്സുമായി ബന്ധപ്പെട്ട വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷനാണ്. C² = a² - B². എ എന്ന് പറഞ്ഞാൽ സെമി മേജർ ആക്സിസ്, സെമി മൈനർ ആക്സിസ് ആണ് B. സി എന്ന് പറഞ്ഞാൽ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, OC. ഇതാണ്, ഈ ഡിസ്റ്റൻസ് ആണ് C എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, എഴുതിക്കോളൂ. റിലേഷൻ കണക്റ്റിംഗ് AB ആൻഡ് C. ഈ ചിത്രം വൃത്തിയായിട്ട് വരച്ച് വെക്കുക. F1 F2 മാർക്ക് ചെയ്യുന്നു, P മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ബൈ ഡെഫിനിഷൻ F1P + F2P = 2a. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഈ ഒരു റിസൾട്ട് നിങ്ങൾ കൃത്യമായിട്ട് ബോക്സിലാക്കി വെക്കണം. എന്നിട്ട് അത് കാണാതെ പഠിക്കണം. C² = a² - B². ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് എലിപ്സുമായി ബന്ധപ്പെട്ട മറ്റ് രണ്ട് സ്പെഷ്യൽ കേസാണ് നമുക്ക് പറയാനുള്ളത്. നോക്കൂ നിങ്ങൾ, ഈ A എന്ന് പറയുന്ന ലെങ്ത്ത് ഇതാണല്ലോ A, മേജർ ആക്സിസ്, സെമി മേജർ ആക്സിസ്. ഇത് സെമി മൈനർ ആക്സിസ്. ഇത് രണ്ടും തുല്യമായി വന്നാൽ എന്ത് സംഭവിക്കും നോക്കൂ നിങ്ങൾ. ഈ ലെങ്ത്തും തുല്യമായി വന്നാൽ ഈ എലിപ്സ് എന്തായിട്ട് മാറും? ഒരു സർക്കിളായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഇഫ് A = B, C², A = B വന്നു കഴിഞ്ഞാൽ ഇത് ഒരു സർക്കിളായിട്ട് മാറും. ഓക്കെ, B0 വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? B0 വന്നു കഴിഞ്ഞാൽ ഈ C എന്ന് പറയുന്ന ലെങ്ത്തും A എന്ന് പറയുന്ന ലെങ്ത്തും ഒരേപോലെ വന്നു കഴിഞ്ഞാൽ ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് മാറും. ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒരു നോട്ടായിട്ട് എഴുതി വെച്ചാൽ മതി. വെൻ A = B or C = 0, എലിപ്സ് become a circle. C = A ആകുമ്പോൾ എലിപ്സ് reduces to a line segment joining the foci. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. ഇനി നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് എസെൻട്രിസിറ്റി ഓഫ് ആൻ എലിപ്സ്. എഴുതിക്കോളൂ, നോട്ട്ബുക്കിലേക്ക് എഴുതിക്കോളൂ. എസെൻട്രിസിറ്റി ഓഫ് ആൻ എലിപ്സ്. എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറാണ്, ഒരു റേഷ്യോ ആണ്. അതായത് സെൻറ്ററിലേക്കുള്ള C എന്ന് പറയുന്ന നമ്പർ ഡിവൈഡഡ് ബൈ വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ്. അതിന് പറയുന്ന പേരാണ് എസെൻട്രിസിറ്റി. ഒന്ന് വായിച്ചു നോക്കൂ. എസെൻട്രിസിറ്റി ഓഫ് ആൻ എലിപ്സ് ഈസ് റേഷ്യോ ഓഫ് ഡിസ്റ്റൻസസ് ഫ്രം സെൻറ്റർ ഓഫ് ദി എലിപ്സ് ടു വൺ ഓഫ് ദി ഫോസൈ ടു വൺ ഓഫ് ദി വെർട്ടീസസ്. ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ എഴുതിക്കോളൂ. എഴുതിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി വിശദീകരിക്കാം. എല്ലാവരും എഴുതിയെടുക്കുക, എന്നിട്ട് ഇത് എഴുതി വെക്കുക. എസെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു C/A. നിങ്ങൾ ഈ ഡെഫിനിഷൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഇത് നിങ്ങൾ പഠിക്കണം. E ഈസ് ഈക്വൽ ടു C/A. C നമുക്കറിയാം ഫോക്കസിലേക്കുള്ള ദൂരമാണ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടെക്സിലേക്കുള്ള ദൂരമാണ്. അപ്പോൾ C/A എന്ന് പറയുന്ന ഈ റേഷ്യോക്ക് പറയുന്ന പേരാണ് എസെൻട്രിസിറ്റി. നമുക്കറിയാം C ചെറിയ നമ്പറും A വലിയ നമ്പറുമായിരിക്കും എലിപ്സിൽ. അതുകൊണ്ട് തന്നെ ഈ നമ്പർ എപ്പോഴും ഒന്നിനേക്കാൾ ചെറിയ നമ്പർ ആയിരിക്കും. E ഈസ് ക്ലിയർലി ലെസ് ദാൻ 1 ഫോർ ആൻ എലിപ്സ്. എസെൻട്രിസിറ്റി ഓഫ് ആൻ എലിപ്സ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 എന്നും കൂടെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഈ വൈറ്റ് സ്ക്രീനിൽ കാണുന്നതെല്ലാം നിങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ളതാണ്. ഓക്കെ, ഗ്രീൻ കാണുന്ന പ്രോബ്ലംസ് എഴുതാനുള്ളതാണ്, വൈറ്റ് സ്ക്രീനിൽ കാണുന്ന എല്ലാ നോട്ട്സും എഴുതിയെടുക്കാനുള്ളതാണ്. ഇത് എഴുതിയെടുക്കുക. ഇനി മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത് എസെൻട്രിസിറ്റി ഓഫ് ആൻ എലിപ്സ്. ഒരു കാര്യം കൂടെ നമുക്ക് സംസാരിക്കാനുണ്ട്, അത് നമുക്ക് അടുത്ത ഒരു സമയത്ത് പറയാവുന്നതാണ്. അപ്പോൾ നമ്മൾ പാർട്സ് ഓഫ് ആൻ എലിപ്സ് പറഞ്ഞു, അത് എഴുതി വെച്ചു. നിങ്ങൾ ഇതെല്ലാം ഓർത്ത് വെക്കുക. മേജർ ആക്സിൻ്റെ ലെങ്ത് 2a, 2b, 2c. ഇനി നമുക്ക് പറയാനുള്ളത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ്. നമുക്കറിയാം നമ്മൾ ജോമെട്രിയെ ഓൾജിബ്രിക്കലായിട്ടാണ് കാണുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇക്വേഷനിലേക്ക് വരുന്നത്. ഇക്വേഷൻ സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും
നമ്മുടെ കാർട്ടീഷ്യൻ പ്ലെയിൻ അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ പ്ലെയിനിലാണ് സംസാരിക്കുക. അതായത് എക്സ് ആക്സിസും വൈ ആക്സും ഒക്കെ അല്ല, എക്സ് വൈ പ്ലെയിനിലാണ് സംസാരിക്കുക. ഇതാണ് നിങ്ങൾ കാണുന്ന ഒരു എലിപ്സ്, സ്റ്റാൻഡേർഡ് എലിപ്സ് ആണ്. അതിൽ സെൻറ്ററായിട്ട് നമ്മൾ ഒറിജിനാണ് ഇട്ടിരിക്കുന്നത്, നമ്മുടെ 2 ഡയമെൻഷണൽ പ്ലെയിനിലെ ഒറിജിൻ. ഇത് നമ്മുടെ എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ് അല്ലേ. ഫോക്കസ് ഇവിടെ ഉണ്ട്, C0 ആണ് നമ്മൾ ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സ് എഴുതുക. കാരണം എക്സ് ആക്സിലെ പോയിന്റ് C0 അല്ലേ, എക്സ് ആക്സിൽ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും, നമുക്ക് അറിയാം C0 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഫോക്കസ് എന്തായിരിക്കും, -C0 ആയിരിക്കും. ഈ രണ്ട് ഡിസ്റ്റൻസും C അല്ലേ. വെർട്ടെക്സിലേക്കുള്ള ദൂരം A ആയതുകൊണ്ട് വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് നോക്കൂ, A0യും -A0 ആയിരിക്കും അല്ലേ, A0 -A0. അപ്പോൾ അങ്ങനെയുള്ള ഒരു എലിപ്സാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. അതായത് ഫോക്കസ് അലോങ് എക്സ് ആക്സിസ്, മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ് എന്ന് പറയാം നമുക്ക് അല്ലേ, മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ്. അങ്ങനെയുള്ള എലിപ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അതിൻ്റെ ഡെറിവേഷനിലേക്ക് നമ്മൾ പോകുന്നില്ല, ഇക്വേഷൻ നിങ്ങളങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ ഓഫ് എലിപ്സ് വിത്ത് മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ്, സെൻറ്റർ അറ്റ് ഒറിജിൻ ഈസ് ഗിവൺ ബൈ x² + a² + y² = 1. ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു ഇക്വേഷനാണ്. മേജർ ആക്സിസ് എക്സ് ആക്സിൽ വരുന്ന ഒരു ഇക്വേഷനാണ്, എലിപ്സിൻ്റെ ഇക്വേഷനാണ് നിങ്ങൾ കാണുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് 2 ടൈപ്പ് എലിപ്സാണ് പഠിക്കാനുള്ളത്. മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിൽ വരുന്ന ഈ ഒരു മോഡലും പിന്നെ രണ്ടാമതൊരു മോഡൽ പഠിക്കാനുണ്ട്. ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പക്ഷേ ഞാൻ ഇവിടെ എഴുതുന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഇത് അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. Pf1 + Pf2 = a constant 2a നമ്മൾ പറഞ്ഞു. അത് ഡിസ്റ്റൻസ് ഫോമിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ട √(x + c) ² + y² എന്നാണ് സിംപ്ലിഫൈ ചെയ്താണ്. അത്യാവശ്യക്കാർക്ക് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാവുന്നതാണ്, നമുക്കത് ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. നിങ്ങൾ ഈ ഫോർമുല നിർബന്ധമായിട്ടും പഠിക്കുക. x² / a² + y² / b² = 1 ഓൾവേസ് റെപ്രസെൻ്റ് ആണ് എലിപ്സ്. ഇവിടെ ഫോക്കസ് എവിടെ നിൽക്കുന്നത് നോക്കൂ, മേജർ ആക്സിലാണ് എപ്പോഴും ഫോക്കസ് ഉണ്ടാവുക. മേജർ ആക്സിസ് ഈസ് അലോങ് എക്സ് ആക്സിസ്. സ്വാഭാവികമായിട്ടും മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് കൂടിയ ആക്സിസ് വൈ ആക്സിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നോക്കൂ. ഇങ്ങനെ ഉണ്ടായി. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് നമുക്ക് പഠിക്കാനുള്ള എലിപ്സിലെ രണ്ടാമത്തെ ടൈപ്പാണ്. മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ വലിയ ആക്സിസ് അലോങ് വൈ ആക്സിസ്. അപ്പോൾ നോക്കൂ, ഫോക്കസ് 0C എന്നായിട്ട് മാറി അല്ലേ, 0 - C. വെർട്ടെക്സ് നോക്കൂ 0A 0 - A, എല്ലാം നേരെ റിവേഴ്സ് ആയിട്ട് മാറി. അതുപോലെ മൈനർ ആക്സിൻ്റെ കോർഡിനേറ്റ്സ് ഈ എൻഡ് പോയിന്റ്സ് നോക്കൂ, B0 - B0. ഇത് വെർട്ടെക്സ് നമുക്ക് എപ്പോഴും ആവശ്യമുണ്ടാവും. വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാൻ പറയും, ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാൻ പറയും. അപ്പോൾ 0C 0 - C ആണ്, 0A 0 - A ആണ് വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇക്വേഷൻ്റെ പ്രത്യേകത, ഇക്വേഷൻ ഓഫ് എലിപ്സ് വിത്ത് മേജർ ആക്സിസ് അലോങ് വൈ ആക്സിസ് സെൻറ്റർ അറ്റ് ഒറിജിൻ. അതെന്തായിരിക്കും, അതിങ്ങനെ ആയിരിക്കും x² / b² + y² / a² = 1. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഇവിടെ ആയിരുന്നു a², ഇവിടെ b² ആയിരുന്നു. നേരെ a²ഉം b² ഇൻ്റർചേഞ്ച് ആയി. കണ്ടോ, മേജർ ആക്സിസ് ഇൻ്റർചേഞ്ച് ആയപ്പോൾ മേജർ ആക്സിസും മൈനർ ആക്സിസും ഇൻ്റർചേഞ്ച് ആയപ്പം എയും ബിയും ഇവിടെ ഇൻ്റർചേഞ്ച് ആയി. അത്രയേ ഉള്ളൂ വ്യത്യാസം, എയും ബിയും ഇൻ്റർചേഞ്ച്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 2 മോഡൽ എലിപ്സ്. ഇപ്പോൾ 2 മോഡൽ എലിപ്സിൻ്റെയും ഇക്വേഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. x² / a² + y² / b² = 1. ഇവിടെ രണ്ടും ഇൻ്റർചേഞ്ച് ആയപ്പോൾ x² / b² + y² / a² = 1. ഈ 2 എലിപ്സും സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ബോത്ത് ആക്സിസ്. 2 ആക്സിസിനും സിമെട്രിക് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എക്സിന് സ്ക്വയർ ഉണ്ടെങ്കിൽ വൈ ആക്സിന് സിമെട്രിക് ആവും, വൈക്ക് സ്ക്വയർ ഉണ്ടെങ്കിൽ എക്സ് ആക്സിന് സിമെട്രിക് ആയിരിക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒന്നിൻ്റെ റിഫ്ലക്ഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാൻ സാധിക്കും. മനസ്സിലാക്കി വെക്കുക, ബോത്ത് എലിപ്സ് ആർ സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ബോത്ത് ആക്സിസ്. 2 ആക്സിസിലേക്കും ഇത് സിമെട്രിക് ആണ്. ഫോക്കസ് ഓൾവേസ് ലൈസ് ഓൺ മേജർ ആക്സിസ്. ഫോക്കസ് എപ്പോഴും ഉണ്ടാവുക മേജർ ആക്സിസിലായിരിക്കും. മെയിൻ ആക്സിസ് ലെങ്ത് കൂടിയ ആക്സിസിലായിരിക്കും എപ്പോഴും ഫോക്കസ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി മേജർ ആക്സിസ് എവിടെയാണ് തീരുമാനിക്കുക, എക്സ് ആക്സിലാണോ വൈ ആക്സിലാണോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാവുക? അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ x²ൻ്റെയും y²ൻ്റെയും ഡിനോമിനേറ്ററിൽ ഏതാണോ വലിയ നമ്പർ ഏതാണോ, വലിയ ഡിനോമിനേറ്റർ ആരുടെ അടുത്താണോ ഉള്ളത്, ആ ആക്സിസ് ആയിരിക്കും മേജർ ആക്സിസ് ഉണ്ടാവുക. ഓക്കെ, മേജർ ആക്സിസ് ഈസ് എലോങ് എക്സ് ആക്സിസ് ഇഫ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് x² ഹാസ് ലാർജർ ഡിനോമിനേറ്റർ. x²ൻ്റെയും y²ൻ്റെയും ഡിനോമിനേറ്റർ നോക്കുന്നു, അതിൽ വലിയ നമ്പർ ആരാണോ, വലിയ നമ്പർ x² താഴെയാണെങ്കിൽ എക്സ് ആക്സിലായിരിക്കും ഉണ്ടാവുക മേജർ ആക്സിസ്. y² താഴെയാണ് വലിയ നമ്പർ എങ്കിൽ y ആക്സിസിലായിരിക്കും മേജർ ആക്സിസ് ഉണ്ടാവുക. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വിശദീകരിക്കാം. ഓക്കെ, മേജർ ആക്സിസ് ഈസ് എലോങ് y ആക്സിസ് ഇഫ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് y² ഹാസ് ലാർജർ ഡിനോമിനേറ്റർ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഷീറ്റ് എഴുതിയെടുക്കണം. ഈ ഒന്നാമത്തെ മോഡൽ എലിപ്സ് എഴുതിയെടുക്കുന്നു, ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതിയെടുക്കുന്നു, പിന്നീട് 2 എന്ന നമ്പർ ഇട്ടിട്ട് ഇക്വേഷൻ ഓഫ് എലിപ്സ് രണ്ടാമത്തെ മോഡൽ. 2 മോഡൽ എലിപ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒബ്സർവേഷൻസ് നിങ്ങൾ 1 by 1 ആയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, ഇത് എഴുതിയെടുക്കാനുള്ളതാണ്.
ഇനി നമുക്ക് ഇക്വേഷൻസ് പറഞ്ഞു. ഇനി ലാറ്റസ് റെക്റ്റം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലിപ്സിൻ്റെ അവസാനത്തെ പാർട്സിൽപ്പെട്ടതാണ് ലാറ്റസ് റെക്റ്റം. എന്താണ് ലാറ്റസ് റെക്റ്റം നമുക്ക് നോക്കാം. നമ്മൾ പരാബോളയുടെ ലാറ്റസ് റെക്റ്റം പറഞ്ഞിരുന്നു. ഫോക്കസിലൂടെ കടന്നു പോകുന്ന ലൈൻ സെഗ്മെൻറ്റിന് പറയുന്ന പേരാണ് ലാറ്റസ് റെക്റ്റം അല്ലേ. ഫോക്കസിലൂടെ കടന്നു പോകുന്ന മാത്രം പോരാ, ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇവിടെ മേജർ ആക്സിസ് ആണ്, മേജർ ആക്സിന് പെർപെൻഡിക്കുലർ ആവണം, ഫോക്കസിലൂടെ കടന്നു പോകണം. മാത്രമല്ല എൻ പോയിന്റ് എലിപ്സിലായിരിക്കും വേണം. ചുരുക്കി പറഞ്ഞാൽ എ ബിക്ക് പറയുന്ന പേരാണ് ലാറ്റസ് റെക്റ്റം. നമുക്ക് സി ഡിയും വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ. സി ഡിയും അതുപോലത്തെ പ്രത്യേകതകളാണ്. ഫോക്കസിലൂടെ കടന്നു പോകുന്നുണ്ട്, പിന്നെ ആക്സിസിന് മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്, എൻ പോയിന്റ്സ് എലിപ്സിലാണ്. എ ബിക്കും സി ഡിക്കും ഒക്കെ ചേർത്ത് പറയുന്ന പേരാണ് ലാറ്റസ് റെക്റ്റം. അപ്പോൾ ലാറ്റസ് റെക്റ്റം എന്താണ്? ലാറ്റസ് റെക്റ്റം ഈസ് ലൈൻ സെഗ്മെന്റ് പാസിംഗ് ത്രൂ ദി ഫോക്കസ് അല്ലെങ്കിൽ വൺ ഓഫ് ദി ഫോസൈ പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് മേജർ ആക്സിസ് ഹൂസ് എൻ പോയിന്റ്സ് ഓൺ ദി എലിപ്സ്. ലൈൻ സെഗ്മെന്റ് പാസിംഗ് ത്രൂ ദി ഫോക്കസ് പെർപെൻഡിക്കുലർ ടു ദി മേജർ ആക്സിസ് ഹൂസ് എൻ പോയിന്റ്സ് ലൈസ് ഓൺ ദി എലിപ്സ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത്ത് കാണാനുള്ള ഫോർമുലയിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫോർമുല നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് എലിപ്സ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഈസ് ഗിവൺ ബൈ 2b²/a. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട അടുത്തൊരു റിസൾട്ടാണ് 2b²/a. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എലിപ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തിയറി ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തെല്ലാം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു? എലിപ്സുമായി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞത് അതിൻ്റെ ഡെഫിനിഷൻ അല്ലേ. ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് സം ഓഫ് ഹൂസ് ഡിസ്റ്റൻസസ് അല്ലേ. രണ്ടും കൂടെ സം ചെയ്താൽ ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ് ഫ്രം 2 ഫിക്സഡ് പോയിന്റ്സ്. ആ 2 ഫിക്സഡ് പോയിന്റ്സിനാണ് നമ്മൾ ഫോക്കസ് അല്ലെങ്കിൽ ഫോസൈ എന്ന് അറിയപ്പെടുന്നത്. പിന്നീട് നമ്മൾ പാർട്സിൽ അല്ലേ, പാർട്സ് ആയിട്ട് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഫോസൈ പഠിച്ചു. ഫോസൈ നമുക്ക് രണ്ട് രൂപത്തിൽ വരാൻ സാധ്യതയുണ്ട്. എക്സ് ആക്സിലാണെങ്കിൽ ഇങ്ങനെ വരും, +or-c0 അല്ലേ. C0 - C0 രണ്ടും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ക്ലബ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം അല്ലേ. വൈ ആക്സിലാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ എഴുതണം, 0 +or-c. നേരത്തെ നമ്മൾ കണ്ടു 0c 0 - c രണ്ടും കൂടെ കൂട്ടി എഴുതിയതാണ്. പിന്നീട് വെർട്ടിസസ് ഏതാണ്? A0 -a0 രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് +or-a0 എന്ന് എഴുതാം. അത് എക്സ് ആക്സിലാണെങ്കിൽ, ഫോക്കസ് ഇവിടെയാണെങ്കിൽ വെർട്ടെക്സ് ഇങ്ങനെ ആയിരിക്കും. ഫോക്കസ് ഇങ്ങനെ വൈ ആക്സിലാണെങ്കിൽ വെർട്ടെക്സ് എങ്ങനെ ആയിരിക്കും? 0 +or-a എന്നായിരിക്കും. അപ്പം രണ്ട് രൂപത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും. പിന്നീട് വരുന്നത് മേജർ ആക്സിസ് ആണ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്തായിരുന്നു? 2a. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നീട് എസെൻട്രിസിറ്റി ഓഫ് ദി എലിപ്സ് ഏതായിരുന്നു? c/a. ഈ റേഷ്യോക്ക് പറയുന്ന പേരാണ് എസെൻട്രിസിറ്റി. അവസാനമായി നമ്മൾ സംസാരിച്ചത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് ഷോർട്ടാക്കി എഴുതിയതാണ് കേട്ടോ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഈസ് 2b²/a. അവസാനമായി രണ്ട് ഇക്വേഷൻസും കൂടി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് x² + y² 1 ആൻഡ് x² + y² 1. ഇവിടെ നമ്മൾ a എന്ന് പറയുന്ന നമ്പറാണ് വലിയ നമ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ എക്സ് ആക്സിലാണ് ഇവിടെ മേജർ ആക്സിസ്, ഇവിടെ വൈയുടെ താഴെയാണ് വലിയ നമ്പർ, അതുകൊണ്ട് വൈ ആക്സിലാണ് ഉണ്ടാവുക. അപ്പോൾ ഫോക്കസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവുക, ഫോക്കസ് വെർട്ടെക്സ് ഒക്കെ. ഓക്കെ, മറ്റൊരു വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്, എയും ബിയും സിയും നോക്കൂ നിങ്ങൾ. എലിപ്സിൻ്റെ ഇക്വേഷനിൽ എയും ബിയും നമുക്ക് കിട്ടും. സി കിട്ടിയാലേ ഫോക്കസ് കിട്ടൂ. അപ്പോൾ എയും ബിയും സിയും കണക്ട് ചെയ്യുന്ന റിലേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. c² = a² - b². ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഡാറ്റകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിപ്സുമായി ബന്ധപ്പെട്ട എല്ലാ കോൺസെപ്റ്റും കിട്ടിക്കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ് ഇവിടെ നിന്ന് പഠിച്ചാൽ മതി. x² + y² = 1. അപ്പോൾ അതിൻ്റെ ഫോക്കസ്, വെർട്ടെക്സ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്, എസെൻട്രിസിറ്റി, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, ഈ 5, 3, 4, 6 ഇൻഫർമേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 6 ഇൻഫർമേഷൻസ് എലിപ്സിനെ കുറിച്ച് പറയാൻ സാധിക്കും. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഫോർമുലയാണ് c² = a² - b². അത് പ്രത്യേകം ഓർത്ത് വെക്കുക. ഈ ഒരു റിലേഷൻ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഡാറ്റ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിപ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വൺ ആൻഡ് ഓൾ.